നമസ്കാരം. എൻ്റെ പേര് ടീന വർഗീസ്. ഞാൻ എടത്തല MES ട്രെയിനിങ് കോളേജിലെ ഒരു BEd വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ ഈ ദിവസം മാർച്ച് 8 എന്നെപ്പോലെ എല്ലാ വനിതകൾക്കും ഏറെ പ്രിയപ്പെട്ടതും അഭിമാനിക്കാവുന്നതുമായ ഒരു സുദിനമാണ്. സ്ത്രീകൾ എന്നും സമൂഹത്തിൻ്റെ നെടുംതൂണാണ്, അമരക്കാരാണ്, ശില്പികളാണ്. ദിനം പ്രതി അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിലും അവരുടെ കർമ്മവും കരുത്തും ലോകം മുഴുവനും അനുസ്മരിക്കുന്ന ഒരു അസുലഭ ദിവസമാണ് ഇന്ന്. 1995 തുടങ്ങി ഇന്ന് 2025 വരെ ഏകദേശം 30 വർഷത്തോളമായി അന്താരാഷ്ട്ര തലത്തിൽ വനിതാ ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും പുത്തൻ ആശയങ്ങളും ചിന്തകളും ആയി ഈ ദിനം ആചരിക്കപ്പെടുന്നു. റൈറ്റ്സ്, ഇക്വാലിറ്റി ആൻഡ് എംപവർമെൻറ്റ് ആൻഡ് ആക്സലറേറ്റ് ആക്ഷൻ എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിൻ്റെ ആഹ്വാനം. സ്ത്രീ ശാക്തീകരണവും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുമുള്ളത് ഇന്നും മുദ്രാവാക്യങ്ങളായി തന്നെ തുടരുന്നു. ഇന്നും സ്ത്രീ അവളുടെ അവകാശങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നതാണ് നാം അനുദിനം കാണുന്നത്. ഈ 2025 എന്ന വർഷത്തിലും അവൾ താണ്ടേണ്ടുന്ന ദൂരം ഒരുപാട് അകലെയാണ്. അവളും അവളുടെ പോരാട്ടങ്ങളും അതികഠിനവുമാണ്. നമുക്ക് മുന്നിൽ മിന്നിമറഞ്ഞ സ്ത്രീരത്നങ്ങളെ അനുസ്മരിക്കുക എന്നതിലുപരി ജീവിതത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയും വിഷമവും പങ്കുവയ്ക്കുകയും അവർക്ക് കൈത്താങ്ങാകുവാൻ വേണ്ടി കൂടിയാണ് ഈ ദിനം ലോകമെമ്പാടും വനിതാ ദിനമായി ആചരിക്കുന്നത്, വനിതകൾക്ക് വേണ്ടി ആചരിക്കുന്നത്. കാലം ഇത്ര കഴിഞ്ഞിട്ടും പല സ്ത്രീകളും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ചങ്ങലകൾക്കകപ്പെട്ട് വെന്തു നീറുന്നുണ്ട്. അവരുടെ ശബ്ദം പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ഒന്നാണ് എന്നെപ്പോലെയുള്ള വനിതകൾ ഇപ്പോഴും അവരുടെ അവകാശങ്ങൾക്കും അഭിലാഷങ്ങൾക്കും വേണ്ടി പോരാടുന്നു എന്നുള്ളത്. കാലം എല്ലാത്തിനും മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നാളത്തെ ലോകം സ്ത്രീയുടെ ശക്തിയാൽ പ്രകമ്പനം കൊള്ളട്ടെ. നമുക്ക് പ്രത്യാശിക്കാം നല്ലൊരു നാളേക്കായി. നന്ദി, നമസ്കാരം.